രാമകൃഷ്ണ, 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 എന്നെ മനഃപൂർവ്വം വെയിറ്റ് ചെയ്യിക്കുകയാണല്ലേ നീ? ഇട കള്ളു കുടിക്കാതെയാ ഞാൻ ഈ റേഞ്ചിലെ കള്ള് വിൽപ്പനയുടെ മൊത്തം കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. ഷാപ്പിനകത്ത് കയറി നിന്റെ കുത്തിന് പിടിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. അതിനകത്ത് നാറ്റവും വൃത്തിയോട് സഹിക്കാൻ വയ്യാത്തോണ്ടാ ഞാൻ പുറത്തു നിൽക്കുന്നത്. നിനക്ക് നിർബന്ധം തുടങ്ങി അകത്ത് വരാം. ആനമയിലൊട്ടകം കുതിരത്തേര് കായാൾ എതിലും വെക്കാം വെയ് വെയ് രാജാ വെയ്. 1 വെച്ചാൽ 10 കിട്ടും, 10 വെച്ചാൽ 100 കിട്ടും, 100 വെച്ചാൽ 1000 കിട്ടും, 1000 വെച്ചാൽ 10,000 കിട്ടും. വെയ് രാജാ വെയ്. കുലുക്കി കുത്ത് കളിക്കാൻ ഇക്കാലത്ത് നിനക്ക് ആരെ കിട്ടൂടാ? കുലുക്കി കുത്ത് കളിക്കുന്നവരൊക്കെ ഇപ്പൊ രാഷ്ട്രീയത്തിൽ പോയില്ലേ? കേഴുക പ്രിയ നാട്, കേഴുക പ്രിയ നാട്. വരണം സാറേ, വരണം. വെക്കണം സാറേ, പടത്തിൽ പൈസ വെക്കണം. ഓ, കുലുക്ക് കുത്ത് കളിക്കാൻ ഈ രാജ്യത്ത് ആരുമില്ലേ? രാജ്യത്തിന്റെ ഒരു ഗതികേടേ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. കുലുക്കുത്ത് കളിക്കാനുള്ള സ്ഥലമാണ് കള്ളി ഷാപ്പ്. മര്യാദക്ക് എഴുന്നേറ്റ് പോകുന്നു, അതോ ഒരു അക്ഷരം മിണ്ടാതിരുന്ന് ഒരു കുപ്പി കള്ളൂടെ കുടിക്കുന്നു. കുടിക്കാം, ഒരു കുപ്പി കള്ളൂടെ കുടിക്കാം. ഒരു അക്ഷരം മിണ്ടി പോരുന്നു. പ്രസാദ് മുതലാളിക്ക് എന്താ വേണ്ടത്? മൂത്തതോ ഇളയതോ? സ്പിരിറ്റ് ലേശം കൂടുതലുള്ള കള്ള് ചാരായത്തിന്റെ ഗുണം ചെയ്യും. ഇവിടെ ഇരുന്ന് കഴിക്കുന്നോ അതോ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു? മറ്റുള്ളവരുടെ മാനം കെടുത്ത ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. സ്വന്തം പിതാവ് എന്നെ കുലദ്രോഹിയായി മാറിയ മക്കളെന്ത് ചെയ്യും? നീ പിതാവെന്ന് വിളിച്ച് നിന്റെ തന്തയായി എനിക്ക് ജീവിക്കണ്ടേ മക്കളെ? 50 ലക്ഷത്തിന് നീ വാങ്ങിച്ച വീടിന്റെ പടി ചവിട്ടാൻ അനുവദിക്കില്ലെന്നല്ലേ നീ നിന്റെ തള്ളയും പറഞ്ഞിരിക്കണത്? അങ്ങനെ പറഞ്ഞതിന് എന്നോടും അമ്മയോടും ഇങ്ങനെയാണോ പ്രതികാരം ചെയ്യുന്നത്? ഈ റേഞ്ച് മുഴുവൻ ഞാൻ പിടിച്ചിരിക്കുന്നു. എന്റെ അച്ഛൻ ഒരു ചെറിയ കള്ള് ഷോപ്പിൽ കള്ളൊഴിച്ചു കൊടുക്കാൻ നിൽക്കുന്നു. അച്ഛന് പോയി ആത്മഹത്യ ചെയ്തൂടെ? മരിക്കാൻ ഇഷ്ടമില്ല മക്കളെ. ഭാവിയിൽ നിന്റെ അമ്മ എങ്ങനെ ചെയ്യാതെ നീ നോക്കിയോ? ഉള്ളതുപോലെ പറയണല്ലോ മുതലാളി. മുതലാളിയുടെ അച്ഛൻ നല്ല കൈപുണ്യമുള്ള മനുഷ്യനാ. അങ്ങേര് വന്ന് കേറിയ പിന്നെ സെയിൽസ് അങ്ങ് കൂടി. പിന്നെ അയലക്കറി വെക്കാനും ചെമ്മീൻ പൊരിച്ചെടുക്കാനും നല്ല കൈമിടുക്കുള്ളൊരു പെണ്ണും പിള്ളയെ അങ്ങേര് കൊണ്ടുവന്ന് തന്നു. ഇപ്പൊ വന്നിട്ട് കാര്യമില്ല, സന്ധ്യ കഴിഞ്ഞിട്ട് വരണം. 9ാം ഉത്സവത്തിന്റെ ആൾക്കൂട്ടമാ. എന്നെ കൊച്ചാക്കാൻ നോക്കണല്ലേ? എന്റെ അച്ഛൻ നിന്റെ കീഴിലാണ് ജോലി ചെയ്യുന്നു കാണിച്ച് എന്നെ താഴ്ത്താൻ നോക്കുന്നു. മുതലാളിക്ക് എന്താ വേണ്ടത്? 30,000 വീതം ഞാൻ തന്നേക്കാം. പറഞ്ഞില്ലേ, സെയിൽസ് കൂടി. പക്ഷെ എന്റെ ഷാപ്പിൽ ആരെ ജോലിക്ക് വെക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അക്കാര്യത്തിന് മുതലാളി ഇടപെടണ്ട. ദാ പിടിക്ക്, 30,000 തികച്ചുണ്ട്. നിർത്തലാ അങ്ങോട്ട്. നിന്റെ പറഞ്ഞടാ ഒരു അക്ഷരം വേണ്ടി പോലും. മതി മതി, നീ കുടിച്ചു മതി. അവന്റെ കേഴുക നടയടാ അങ്ങോട്ട്. മാൽക്കേടില്ല.
എന്താ മോനെ? റേഞ്ചിലുള്ള എല്ലാ ഷാപ്പുകളിലും പോയിട്ടേ വരൂന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങ് വന്നത്? വരേണ്ടി വന്നു. എത്ര പരിശ്രമിച്ചാലും എത്ര അംബീഷ്യസ് ആയാലും അനിരുദ്ധന്റെ സരോജത്തിന്റെ മകനായി ജനിച്ച എനിക്ക് ഒരു പരിധിക്ക് മേലെ പൊങ്ങാൻ പറ്റില്ല. അതെനിക്കിന്ന് ബോധ്യപ്പെട്ടു. എന്താ മോനെ സംഭവിച്ചത്? ഇതിൽ കൂടുതൽ ഇനിയൊന്നും സംഭവിക്കാനില്ല. എന്താ മോനെ? പ്രസാദ് കരുണാലയത്തിന് ഈ നാട്ടിലുള്ള സ്ഥാനം എന്താണ്? വല്യമ്മാവന്റെ പ്രായമാകുമ്പോൾ ഞാൻ വല്യമ്മാവനേക്കാൾ മേലെ എത്തുന്ന ഈ നാട്ടുകാർ മുഴുവൻ പറയുന്നത്. അക്കാര്യത്തിൽ എന്താ സംശയം? നീ ഇപ്പൊ തളരാൻ മാത്രം എന്തുണ്ടായി? അമ്മേ, എന്നേക്കാൾ അച്ഛനെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് അമ്മയല്ലേ? കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് അമ്മ പറയുന്നതൊക്കെ അനുസരിച്ച് ഒരു വേലക്കാരനെ പോലെ ഈ വീട്ടിന്റെ മൂലയിൽ ഒതുങ്ങി കഴിഞ്ഞിരുന്നില്ലേ അച്ഛൻ? അമ്മ എന്തിനാ അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? അല്ലേ, ഇതിപ്പം നീ എതിർപക്ഷം ചേർന്ന് സംസാരിക്കണമെന്ന് തോന്നുമല്ലോ. ഞാൻ മാത്രമാണോ? നീയും കൂടെ ചേർന്നല്ലേ അങ്ങേരെ ഇറക്കി വിട്ടത്? അതിന്റെ ഫലം എന്താണെന്നറിയാവോ? അച്ഛൻ എന്നെ തോപ്പിക്കാൻ വേണ്ടി നേരത്തെ എന്നോട് അസൂയുള്ള ആ രാമകൃഷ്ണന്റെ ഷാപ്പിൽ പോയി വേല ചെയ്യുന്നു. ദൈവമേ! ഞാനിന്ന് പണം പിരിക്കാൻ ചെന്നപ്പോ രാമകൃഷ്ണൻ മനഃപൂർവ്വം ഇറങ്ങി വന്നില്ല. ഞാൻ ഷാപ്പിനകത്ത് കയറിയപ്പോ കണ്ട കാഴ്ച, അച്ഛൻ കള്ളെടുത്ത് കൊടുക്കുന്നു. കുടിച്ചിട്ട് എഴുന്നേറ്റ് പോയവന്റെ എച്ചിൽ കിടന്ന ബെഞ്ച് അച്ഛൻ കൈയിട്ട് തുടയ്ക്കുന്നു. നിൽക്കുന്ന നിപ്പിൽ ഭൂമി പിളർന്ന് ഞാൻ താഴേക്ക് പോകുന്ന പോലെ തോന്നുന്നു. അതിനിപ്പോ ഞാനെന്തോ ചെയ്യാനാ? തൊട്ടിലെ ശീലം പട്ടടയോളം ഒട്ടെ പിടിച്ച് മെത്ത കിടത്തി കിടക്കൂ. അമ്മ കുറച്ചുകൂടെ മര്യാദ കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അച്ഛനെ ഈ വീട്ടിൽ കണ്ടേനെ. ഇത് അമ്മയുടെ തെറ്റ് തന്നെയാ. എനിക്കും പറ്റി തെറ്റ്. ഞാൻ അമ്മ കുട്ടുന്ന താളത്തിനെല്ലാം തുള്ളി. അത് പാടില്ലായിരുന്നു. ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. നീ പ്രസാദ് കരുണാലയൊന്നും പറഞ്ഞേ ഞെളിഞ്ഞു നടക്കുന്നതേ നിന്റെ അച്ഛൻ സമ്പാദിച്ച പണം കൊണ്ടല്ല, എനിക്ക് ഭാഗം കിട്ടിയ സ്വത്ത് കൊണ്ടാ. അതെന്റെ മോൻ മറക്കരുത്. ലളിത ചേച്ചി നോക്ക്, അവർക്ക് കിട്ടിയ റബ്ബർ തോട്ടത്തിലെ ഒരു മരത്തിൽ തൊടാൻ പോലും ചേച്ചി ഭർത്താവിനെയോ മരുമകനെയോ അനുവദിച്ചില്ല. ഞാൻ എന്റെ ജീവിതമേ എന്റെ മോനാണെന്ന് കരുതി സർവ്വതും നിനക്ക് വിട്ടു തന്നു. അതുകൊണ്ട് പ്രസാദേ, അമ്മയുടെ പൊന്നു മോനെ, നീ ഞാൻ കൊട്ടുന്ന താളത്തിന് തുള്ളിയേ മതിയാകൂ. ഇവിടെ നിർത്ത്. ഞാനിപ്പോ വരാം. കേൾവി കേട്ട കുടുംബാണല്ലോ, കരുണാരൻ മുതലാളിയുടെ ബന്ധുക്കളാണല്ലോ, വാക്കിന് വിലയുള്ളവരായിരിക്കും എന്നൊക്കെ വിശ്വസിച്ചു പോയി. ഇങ്ങനെ തന്തയ്ക്ക് പറക്കാഴ്ച കാണിക്കുമെന്ന് ആര് കണ്ടു? നിശ്ചയിച്ച മുഹൂർത്തം മാറ്റിവെച്ച നാണം കെടുന്നത് പെൺവീട്ടുകാരാ. ആൺവീട്ടുകാർക്ക് ഒരു കുന്തമില്ല. ഇത് ഉറങ്ങിക്കിടന്നവരെ വിളിച്ചുണർത്തി അത്താഴമില്ലെന്ന് പറഞ്ഞതുപോലെയായി. സുശീലാമേ, സുശീലാമേ, ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ, എനിക്ക് രണ്ട് ചോദിക്കാനുണ്ട്. എടാ സുകുമാര, അല്ലല്ല സുകുമാരൻ മുതലാളി, അങ്ങൊരു പുരുഷനല്ലേ? കോയമ്പത്തൂരിൽ ഒരു പട്ടത്തി വന്നാലേ കല്യാണം നടക്കൂന്ന് പറഞ്ഞ നാട്ടുകാര് ചിരിക്കില്ലേ? എന്തിനാ ഇങ്ങനെ മുറ്റത്തിടന്ന് ബഹളം വയ്ക്കുന്നത്? അകത്തു വന്നിരുന്ന് സമാധാനമായി സംസാരിക്കാം. ഈ രാജ്യമ്മയ്ക്ക് അകോയില്ല പുറവില്ല. റോട്ടിലായാലും വീട്ടിലായാലും എനിക്ക് സത്യമെന്ന് തോന്നുന്നത് ഉച്ചത്തിൽ ഞാൻ വിളിച്ചു പറയും. ദേ, നിങ്ങൾ ഇങ്ങനെ പെരുമാറിയാൽ ഈ വിവാഹത്തിന്റെ കാര്യം തന്നെ ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. അങ്ങനെ തുറന്നു പറ, അപ്പൊ നിങ്ങൾ കാല് മാറി. ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയരുത്. കൊച്ചേട്ടനും നളിനിയും തമ്മിലുള്ള വിവാഹം തീർച്ചയായിട്ടും നടക്കും. അങ്ങനെയാണെങ്കിൽ അത് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടത്തണം. അമ്മ അകത്ത് കയറിയിരിക്കെ, ചായ കുടിച്ചിട്ട് പോവാം. ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. വാക്ക് തെറ്റിക്കാതെ കല്യാണം നടത്ത്. ഞങ്ങൾ നിങ്ങളെ സൽക്കരിക്കാം. 24 മണിക്കൂറിനകം ആളെ അയച്ച് വിവരം അറിയിക്കണം. അല്ലെങ്കിൽ ഈ കല്യാണം ക്യാൻസൽഡ്. സുകുമാരൻ മുതലാളിയും കേൾക്കാനാ പറയണത്. വീട് മാളികയായിട്ട് എന്താ കാര്യം? മുറ്റത്ത്
അകത്ത് കുറെ പൂച്ചട്ടി ഉണ്ടായിട്ട് എന്താ? വീട്ടിനുള്ളിൽ കഴിയുന്ന പെണ്ണുങ്ങൾക്ക് വാക്കിന് സ്ഥിരത വേണം. ഈ രാജമ്മയെ പോലെ. എടുക്കണോ വണ്ടി? കൊച്ചുമാവൻ എന്തിനാ ഇവിടെ ഒന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഊണ് കഴിക്കണ്ടേ? സമയം 9 മണിയായി. വിശപ്പില്ലെന്നോ? നല്ല കാര്യായി. 8 മണിയാവുമ്പോഴേ വിശക്കുന്നു എന്ന് പറഞ്ഞ അടുക്കളയിൽ എത്താറുള്ള കൊച്ചമ്മാവന് ഇന്നെന്തു പറ്റി? ഓ, കല്യാണം മാറ്റിവെച്ചതിന്റെ ടെൻഷനാവും. അതോ അമ്മായി അമ്മ ഒന്ന് ബഹളം ഉണ്ടാക്കിയതിന്റെ ടെൻഷനോ? വന്നേ, അമ്മ ചോറ് വിളമ്പി കഴിഞ്ഞു കാണും. വാ. കൊച്ചമ്മാവൻ സ്വപ്നലോകത്താ. ആകാശത്തേക്ക് നോക്കി ബാൽക്കണിയിൽ നിൽക്കുന്നു. ഞാൻ അടുത്ത് ചെന്നതുപോലും അറിഞ്ഞില്ല. വിഷമിച്ച് നിൽക്കുക. പാവം, ആഗ്രഹങ്ങളെല്ലാം മൂടിവെച്ച് ഇതുവരെ ഒതുങ്ങി കഴിയായിരുന്നില്ലേ? മനുഷ്യനായാൽ ആശകളുണ്ടാവും. ചിലരത് തുറന്നു പറയും, ചിലരത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വയ്ക്കും. ഇന്ന് കൊച്ചമ്മാവൻ പുതിയൊരാളായതുപോലെ. കല്യാണം മാറ്റിവെച്ചതോടെ കൊച്ചേട്ടൻ്റെ വിശപ്പും ദാഹവും ഒക്കെ പമ്പ കടന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. ഒന്നുകൂടെ പോയി വിളിക്കാം, ഞാനും വരാം. വാ. ഇവിടെ നിൽക്കുമായിരുന്നു, അതിനിടയിൽ എവിടെ പോയി? എന്തു പറ്റി കൊച്ചേട്ടന്? നല്ല മാറ്റമുണ്ട്. കൊച്ചേട്ടാ, എന്തിനാ കരയുന്നത്? ആ സ്ത്രീ വിവരക്കേട് പറഞ്ഞതിന് കൊച്ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? അങ്ങനെ തീരുമാനിക്കേണ്ട കാര്യമില്ല. ആ സ്ത്രീ പറഞ്ഞതിലും കാര്യമുണ്ട്. അവരുടെ വരവും സംസാര ശൈലിയും ശരിയായില്ലെന്നേ ഉള്ളൂ. കോയമ്പത്തൂർ അമ്മായില്ലാതെ ഈ കല്യാണം നടത്തുന്നത് ശരിയല്ല. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു, അല്ലാതെ കല്യാണം നടത്തരുതെന്ന് പറഞ്ഞു. കൊച്ചമ്മാവൻ എഴുന്നേറ്റ് വന്നേ, ഭക്ഷണം കഴിക്കാം, വാ. കൊച്ചേട്ടൻ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടക്കും. നളിനി എന്നെ കൊച്ചേട്ടന്റെ ഭാര്യ, അതിനി ഒരു മാറ്റവും ഇല്ല. നമുക്ക് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്താം. ആ സ്ത്രീയെ പേടിച്ചിട്ടൊന്നുമല്ല, കൊച്ചമ്മാവനെ വിഷമിപ്പിക്കരുതെന്ന് കരുതി മാത്രം. മോളെ, ഇനി നളിനിയുടെ അമ്മയെപ്പറ്റി നമ്മൾ സംസാരിക്കണ്ട. ചൊറി മാറണമെങ്കിൽ ചൊറിയാതിരിക്കണം. വീണ്ടും വീണ്ടും ചൊറിഞ്ഞോണ്ടിരുന്നാൽ ചെറിയൊരു കുരു പോലും വലിയ പുണ്ണായി മാറും. വരൂ. ആൽജിബ്ര എന്ന സബ്ജക്റ്റ് ആരാ കണ്ടുപിടിച്ചത്? എന്തിനെങ്ങനെ ഒരു സബ്ജക്റ്റ്? എത്ര പഠിച്ചാലും തലയിലോട്ട് കയറുന്നില്ല. നിന്റെ ക്ലാസ്സിൽ തന്നെ കണക്കിന് 100-ൽ 100 വാങ്ങുന്ന കുട്ടികളില്ലേ? അവരും ആൽജിബ്ര പഠിക്കുന്നുണ്ടല്ലോ. അമ്മേ, അവരൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്. നമ്മുടെ ജാസ്മിൻ്റെ കാര്യം തന്നെ എടുക്കാം. വെളുപ്പിന് 5:30 മണിക്കാണ് അവൾ ട്യൂഷന് പോകുന്നത്. 5:30 മുതൽ 6:30 വരെ മാത്സ് ട്യൂഷൻ, 7 മുതൽ 8 വരെ ഫിസിക്സ് ട്യൂഷൻ. അത് കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക്. 3:30 മണിക്ക് സ്കൂള് വിട്ട ഉടൻ കെമിസ്ട്രിക്ക് ട്യൂഷൻ എടുക്കുന്ന ടീച്ചറുടെ വീട്ടിലേക്ക്. ജാസ്മിൻ അച്ഛന് കാറില്ലേ? അതുകൊണ്ട് കൃത്യസമയത്ത് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ എത്താൻ പറ്റും. നമ്മളെപ്പോലെ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക്
അങ്ങനെ കൃത്യനിഷ്ഠ പാലിക്കാനൊക്കോ? ഒരു സബ്ജക്റ്റിന് 500 രൂപയൊക്കെയാ ട്യൂഷൻ ഫീസ്. 3 സബ്ജക്റ്റ് ആവുമ്പോൾ 1500 രൂപ. എന്റെ മോളെ, നിനക്ക് നല്ല ഭക്ഷണവും അത്യാവശ്യത്തിനുള്ള പുസ്തകങ്ങളും വാങ്ങിത്തരാൻ ഞാൻ പെടുന്ന പാടെ എനിക്കേ അറിയൂ. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നന്നായി ശ്രദ്ധിക്കണം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അന്ന് പഠിപ്പിച്ച പാഠങ്ങളെല്ലാം പഠിക്കണം. മനസ്സിലാകാത്ത ഭാഗം വല്ലതും ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചറോട് തുറന്നു പറയണം. ആൽജിബ്ര പഠിപ്പിക്കുന്ന പാർവതി ടീച്ചർക്ക് സംശയം ചോദിക്കുന്നതേ ഇഷ്ടമല്ല. എല്ലാ കുട്ടികളും ട്യൂഷന് പോകുന്നവരാണെന്ന മട്ടില പാർവതി ടീച്ചർ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ടീച്ചർക്ക് ദേഷ്യം വരും. ഞാൻ പഠിപ്പിച്ച സമയത്ത് ദിവ്യ മറ്റെന്തെങ്കിലും ആലോചിക്കും. അതുകൊണ്ടാ മനസ്സിലാകാത്തത്. ഈ ക്ലാസ്സിൽ 65 സ്റ്റുഡൻസ് ഉണ്ട്. ഓരോരുത്തർക്കും പ്രത്യേകം ക്ലാസ് എടുക്കാൻ പറ്റോ? സിറ്റ് ഡൗൺ എന്ന് പറയും. ആ അലർച്ച കേട്ടാ ആരും ഇരുന്നു പോവും. നമ്മളൊക്കെ ഇടത്തരക്കാരാണ് മോളെ. ഇല്ലായ്മയിലൂടെ വളർന്ന് എല്ലാ പ്രയാസങ്ങളും സഹിച്ച് നല്ല നിലയിലെത്തിയ എത്രയോ വലിയ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. നീയും അങ്ങനെ ആവണം. നിന്റെ പ്രായത്തിൽ ഫീസ് പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പഠിത്തവും മതിയാക്കി വീട്ടുജോലിക്ക് പോകുന്ന പെൺകുട്ടികളുണ്ട്, അറിയോ? എന്റെ മോക്ക് ആ ഗതി വന്നില്ലല്ലോ എന്നോർത്ത് സമാധാനിക്ക്. പക്ഷെ അമ്മ അങ്കിളിനെ കല്യാണം കഴിച്ചാ നമ്മളും പണക്കാരാവുമല്ലോ. അപ്പൊ ഞാൻ സുബാനങ്ങളോട് പറയും എനിക്ക് മാത്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും ട്യൂഷൻ വേണമെന്ന്. കൊള്ളാലോ. അമ്മമ്മയുടെ സ്വഭാവം കൊച്ചുമോളും കാണിച്ചു തുടങ്ങിയോ? എന്റെ സ്വഭാവം അവള് കാണിക്കും. അതിലെന്താ തെറ്റ്? എന്റെ വയറ്റിൽ നീ ജനിച്ചു, നിന്റെ വയറ്റിൽ ഇവള് ജനിച്ചു. മതി, ഞാൻ എന്റെ മോളോടാ സംസാരിച്ചത്. അമ്മ ഇടയ്ക്ക് കയറി വരണ്ട. എടി, ഞാൻ ഇടയ്ക്ക് കയറി വന്നെന്ന് ആരാ പറഞ്ഞത്? നീ നിന്റെ മോളോട് സംസാരിച്ചു, ഞാൻ എന്റെ മോളോട് സംസാരിച്ചു. അതാ ഒരു കാർ വന്ന് സ്റ്റോപ്പ് ചെയ്ത ശബ്ദം. വെറുതെ അല്ല നിന്റെ പാർവതി ടീച്ചർ പറയുന്നത്. നിന്റെ ശ്രദ്ധ പഠിത്തത്തിലല്ലെന്ന്. മോള് പറഞ്ഞ സത്യ. ദാ കാറിന്റെ വാതിലടയ്ക്കുന്ന ശബ്ദം. ദൈവമേ, ആ സുകുമാരന്റെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കുവോ? ഇടി, ഞാൻ കാലത്ത് തന്നെ നിന്നോട് പറഞ്ഞതല്ലേ ഒരു തരി പഞ്ചസാര പോലും ബാക്കിയില്ലെന്ന്. ഒരു 100 രൂപ കണ്ടെടുക്ക്. ഞാൻ ഓടിപ്പോയി കുറച്ച് പഞ്ചസാരയും ഒരു കവർ പാലും കുറച്ച് ഏത്തക്കോപ്പേരി ബിസ്ക്കറ്റും ഒക്കെ മേടിച്ചിട്ട് ഓടി വരാം. അമ്മ അടുക്കളയിൽ പോയി ജോലി ചെയ്യേ. ഇങ്ങോട്ട് ആരും വരാൻ പോകുന്നില്ല. നീയൊന്നും നേരെ ഒന്നും ഒരു ലക്ഷണവും ഇല്ല. ഓ,